വാർത്തകളിലേക്ക് വീണ്ടും. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം അല്പസമയത്തിനകം നാട്ടിലെത്തിക്കും. രാവിലെ 7 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മന്ത്രി വി ശിവൻകുട്ടി മൃതദേഹം ഏറ്റുവാങ്ങും. തുടർന്ന് സ്വന്തം സ്ഥലമായ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും. രാവിലെ 10 മണി മുതൽ പുല്ലാട്ട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനം. വൈകുന്നേരം 4 മണിക്ക് പുല്ലാട്ടുള്ള വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. കഴിഞ്ഞ ദിവസമാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാനായി രഞ്ജിതയുടെ അമ്മയുടെ DNA സാമ്പിൾ അഹമ്മദാബാദിലെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. സനിസ തിരുവനന്തപുരത്തും വിശദാംശങ്ങൾ നൽകും. സനിസ, 7 മണിയോടുകൂടി വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ വിമാനം അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടോ? മൃതദേഹം ഏറ്റുവാങ്ങാനുള്ള ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ ആരൊക്കെ അവിടെയുണ്ട്? വിശദാംശങ്ങൾ. സൈഫുദ്ദീൻ, 6:50 വിമാനം ഇവിടെ ലാൻഡ് ചെയ്യും. ഇവിടെ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി, അതുപോലെ തന്നെ MA ബേബി, GR അനിൽ, MV ഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ ഇവിടെ ഉണ്ട്. 7 മണിയോടുകൂടി മന്ത്രി വി ശിവൻകുട്ടി മൃതദേഹം ഏറ്റുവാങ്ങും. തുടർന്ന് സ്വന്തം സ്ഥലമായ പത്തനംതിട്ടയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. രാവിലെ 10 മണി മുതൽ പുല്ലാട്ട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി VN വാസവൻ അന്തിമോപചാരം അർപ്പിക്കും. പൊതുദർശനം നടക്കുന്ന സ്കൂളിന് പുറമെ ഗതാഗത തടസ്സമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പുല്ലാട് വടക്കേക്കവല മോഡൽ UP സ്കൂളിനും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രഞ്ജിതയോടുള്ള ആദരക സൂചകമായി മൃതദേഹം പുല്ലാട്ടെത്തുമ്പോൾ വ്യാപാരികൾ 1 മണിക്കൂർ കടകൾ അടച്ചിടും. വൈകുന്നേരം 4 മണിക്ക് പുല്ലാട്ടുള്ള വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. കഴിഞ്ഞ ദിവസമാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാനായത്. മൃതദേഹം തിരിച്ചറിയാനായി രഞ്ജിതയുടെ അമ്മയുടെ DNA സാമ്പിൾ അഹമ്മദാബാദിലെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. കേരളത്തിൽ സർക്കാർ ജോലിയിലേക്ക് മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് രഞ്ജിത വിമാനാപകടത്തിൽ പെട്ടത്. 8 മാസമായി ബ്രിട്ടനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്ന രഞ്ജിത കേരളത്തിലെ സർക്കാർ ജോലിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് തിരിച്ചെത്തിയിരുന്നത്. ജൂലൈയിൽ ജോലിയിൽ കയറാനായിരുന്നു രഞ്ജിതയുടെ നീക്കം. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇത്തരത്തിലുള്ള ഒരു അവസരത്തിലേക്കാണ് അത് അവസാനിച്ചത്. ലണ്ടനിലെത്തി അവിടുത്തെ ജോലി സ്ഥലത്ത് നിന്നുള്ള വിടുതൽ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കി മടങ്ങുകയായിരുന്നു രഞ്ജിതയുടെ തിരിച്ചുള്ള യാത്രയുടെ ഉദ്ദേശ്യം. പക്ഷേ ഇപ്പോൾ ഒട്ടനവധി പേർ രഞ്ജിതയുടെ മൃതദേഹത്തിന് വേണ്ടി ഇവിടെ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് ഡൊമസ്റ്റിക് കാർഗോയ്ക്ക് മുന്നിൽ കാത്തിരിക്കുന്ന ഒരു യാത്രയിലാണ് അവസാനിക്കുന്നത്. സൈഫുദ്ദീൻ, എന്തായാലും 7 മണിയോടുകൂടി രഞ്ജിതയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വിമാനം തിരുവനന്തപുരം എയർപോർട്ടിലെത്തും. അവിടെ മന്ത്രി വി ശിവൻകുട്ടി, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPM ദേശീയ സെക്രട്ടറി MA ബേബി, മന്ത്രി GR അനിൽ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രമുഖരുമൊക്കെ മൃതദേഹം ഏറ്റുവാങ്ങാനായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സനിസയാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.